എവരിവൺ, ഇന്ന് ഒരു സ്പീക്കിങ്ങിൻ്റെ കാർഡ് ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഞാൻ കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സ്പീക്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് കാർഡ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. സ്പീക്കിംഗ് കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കാർഡ് കിട്ടിക്കഴിയുമ്പോൾ സെറ്റിംഗ് തൊട്ടാണ് വായിക്കേണ്ടത്. സെറ്റിംഗ് നോക്കാം. നമുക്കിവിടെ സെറ്റിംഗ് സിറ്റി ക്ലിനിക് എന്ന് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് സെറ്റിംഗ് തൊട്ടിട്ടുള്ള ലാസ്റ്റ് ടാസ്ക് വരെ ഒരു പോയിൻ്റ് പോലും വിടാതെ വായിച്ചു നോക്കണം. സെറ്റിംഗ് സിറ്റി ക്ലിനിക് കൊടുത്തിട്ടുണ്ട്. നേഴ്സിൻ്റെ ഭാഗം വരുന്നത് യു സീ ദ പാരൻറ്റ് ഓഫ് എ 4-year-old ഗേൾ ഹു ഹാസ് എ സസ്പെക്റ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വിച്ച് ഷീ ഗെറ്റ്സ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ നമ്മൾ ഈ കാർഡ് ഒരു പാരൻറ്റുമായിട്ടാണ് സംസാരിക്കുന്നത്. നോട്ട് ടു ദ പേഷ്യൻറ്റ് ഈസ് എ 4-year-old ഗേളാണ്. അപ്പോൾ വി ആർ സസ്പെക്റ്റിംഗ് ദാറ്റ് ഷീ ഹാസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. സോ ഇൻ ഓർഡർ ടു കൺഫേം ദ ഡയഗ്നോസിസ് you give a parent a sample bottle and advise on the procedure for collecting urine sample which the doctor has requested. ഓക്കെ, നമ്മളപ്പോൾ യൂറിൻ സാമ്പിളിൻ്റെ ബോട്ടിൽ കൊടുത്തിട്ട് ഹൗ ടു കളക്ട് ദ യൂറിൻ സാമ്പിൾ എന്നുള്ളത് കൃത്യമായിട്ട് പാരൻറ്റിന് കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ഇന്ന് നമ്മുടെ റോൾ പ്ലേ കാർഡ്. സോ എക്സാമിനർ നിങ്ങൾക്ക് 3 minutes തരും പ്രിപ്പയർ ചെയ്യാനായിട്ട്. 3 minutes പ്രിപ്പറേഷനിൽ വെദർ ഇറ്റ് ഈസ് എ നോൺ കേസ് നിങ്ങൾക്ക് പേര് ചോദിക്കാം. നോൺ കേസ് അല്ല എങ്കിൽ തുടങ്ങിയതിന് ശേഷം ചോദിച്ചാൽ മതി. എന്ത് തന്നെയായാലും സംസാരിക്കുന്ന ആളുടെ പേര് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നമുക്ക് കൊച്ചിനെ അറിയാവുന്നതാണ്, നമ്മൾ തന്നെ കൊടുക്കുകയാണല്ലോ. അതുകൊണ്ട് കൊച്ചിൻ്റെ പേര് നമുക്ക് നേരത്തെ ചോദിക്കാം, പേഷ്യൻ്റെ പേര് നേരത്തെ വയ്ക്കാം. പക്ഷേ 2 പേരുള്ളപ്പം ആ പേഷ്യൻ്റ് ആരെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 3 minutes പ്രിപ്പറേഷനിൽ ഹൗ മേ അഡ്രസ് ദ ചൈൽഡ് ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്ന് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ആ പേര് ചോദിച്ചു. അവരിപ്പോൾ എലിസബത്ത് എന്ന് അങ്ങനെ വല്ലതാണ് പറയുന്നതെങ്കിൽ അതവിടെ നിന്ന് എഴുതി വയ്ക്കുക. ഒരാളുടെ പേരാണുള്ളതെങ്കിൽ പോലും എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ 2 ആളുടെ പേര് വരുമ്പോൾ എപ്പോഴും എഴുതി വയ്ക്കുക. അപ്പോൾ എലിസബത്തിനും ചൈൽഡിൻ്റെ പേര് കിട്ടി. നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്. മൈ നെയിം ഈസ്, നമ്മുടെ പേരെന്താണോ അത് പറയുക. ഐ ആം ദ രജിസ്ട്രേഷൻ ഈസ് വർക്കിംഗ് ഇൻ ദിസ് സിറ്റി ക്ലിനിക്. ഇനി നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് ടാസ്ക് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് റിക്വസ്റ്റഡ് ടു സീ യു. പാരൻറ്റ് റിക്വസ്റ്റഡ് ടു സീ യു. അപ്പോൾ നമുക്ക് ചോദിക്കാം, സോ ഹൗ മേ അഡ്രസ് യു. സംസാരിക്കുന്ന ആളുടെ പേര് അവർ പ്രിയ എന്നാണ് പറയുന്നതെങ്കിൽ ഓൾ റൈറ്റ് മിസ് പ്രിയ, ഹൗ മേ ഹെൽപ്പ് യു ടുഡേ എന്ന് ചോദിക്കാം. അവർ പറയണത് എനിക്ക് സാമ്പിൾ എടുക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് റിയഷൻസ് കൊടുക്കാം. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, ഐ എം റിയലി ഹാപ്പി ടു ഹെൽപ്പ് യു ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിഗാർഡിങ് ഹൗ ടു കളക്ട് ദ സാമ്പിൾ പ്രോപ്പർലി. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് യൂറിൻ കളക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അവിടെ ബ്രാക്കറ്റിലെല്ലാം എഴുതിയിട്ടുണ്ട്. അത് ചേർത്ത് സെൻറ്റൻസ് ആക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവരെല്ലാം നമ്മൾക്ക് കീ പോയിൻ്റ് തരുള്ളൂ. അപ്പോൾ കീ പോയിൻ്റ് തരുന്നതിനെ നമ്മൾ അതിനൊരു ഫുൾ സെൻറ്റൻസ് ആക്കി പറയുമ്പോഴാണ് നമ്മൾ 5 minutes എത്തുന്നതും. അതാണ് നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാം. നൗ ഐ വിൽ എക്സ്പ്ലെയിൻ യു ഹൗ ടു കളക്ട് ദ സാമ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രിങ്ക് വാട്ടർ ആൻഡ് ടു ഫിൽ ദ ബ്ലാഡർ. സോ പ്ലീസ് കളക്ട് മിഡ് സ്ട്രീം യൂറിൻ. യു ക്യാൻ യൂസ് സ്റ്റെറൈൽ സാമ്പിൾ ബോട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റിൽ എല്ലാ പോയിൻറ്റ്സും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ 5 minutes ആണ് സംസാരിക്കേണ്ടത്. 5 minutes നമുക്ക് സംസാരിക്കണമെങ്കിൽ എല്ലാ പോയിൻറ്റ്സും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്ട്രക്ചർ ചെയ്ത് പറയുന്നതിനെക്കാട്ടിലും ഇത്തിരിയൂടെ നല്ലതും ഗ്രാമാറ്റിക്കൽ എററൊന്നുമില്ലാതെ, അത് മാത്രമല്ല അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലും ഈ പോയിൻറ്റ്സ് തന്നെ ഉപയോഗിച്ച് പറയുന്നതായിരിക്കും ഇത്തിരിയൂടെ കൂടി നല്ലത്. നെക്സ്റ്റ്, സ്ട്രെസ് ഇമ്പോർട്ടൻ്റ് ഓഫ് നോട്ട് കണ്ടാമിനേറ്റിംഗ് ദ സാമ്പിൾ. അതും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാം. സോ പ്ലീസ് ഡു നോട്ട് കണ്ടാമിനേറ്റ് ദ സാമ്പിൾ. ഇഫ് യു കണ്ടാമിനേറ്റ് ഇറ്റ് യു വിൽ ഗെറ്റ് അൺറിലയബിൾ ടെസ്റ്റ് റിസൾട്ട് ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ബ്ലഡ് ഇൻഫെക്ഷൻസ് നോട്ട് ഐഡൻറ്റിഫൈഡ്. സോ പ്ലീസ് കളക്ട് ദ സാമ്പിൾ വെരി കെയർഫുള്ളി. മീൻ വൈൽ ഇഫ് യു ഗെറ്റ് എനി സോർട്ട് ഓഫ് ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. എന്തെങ്കിലും കുറച്ച് അഡീഷണൽ ആയിട്ട് ഇങ്ങോട്ട് കൂടി റിയഷുറൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കാർഡിലെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറവേ കിട്ടുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം കാർഡിലല്ലാത്ത മറ്റ് യൂസ് ചെയ്യണമെന്നല്ല. കാർഡിലുള്ളത് പറയുക, കൂടെ അഡീഷണലായിട്ട് കുറച്ചുകൂടി കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ സാമ്പിൾ കളക്ഷൻ ആണ്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു റിഗാർഡിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ദ സാമ്പിൾ കളക്ഷൻ. The sample will be collected and it will sent to the clinic within 12 hours. We will do initially dipstick test and after that we will do full lab analysis if needed. Am I clear to you? Is that okay with you? അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രേസും കൂടെ കൂടി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം.
ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഡു യു നോ എനിത്തിങ് റിഗാർഡിങ് ദ റീസൺ ഇൻ ബ്ലഡ് ഇൻഫെക്ഷൻസ് ഇൻ ചിൽഡ്രൻ? ഒരു ഇൻട്രാക്ഷൻ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് സോ മെനി ടൈംസ് ഡു യു ഹാവ് എനി കൺസേൺ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടും. അവരറിയില്ലെന്നേ പറയുള്ളൂ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് മിസ് പ്രിയ, ഐ വിൽ എക്സ്പ്ലെയിൻ ടു. ദിസ് ഈസ് വെരി കോമൺ കണ്ടീഷൻ ഇൻ ചിൽഡ്രൻ. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ റിലക്റ്റൻസ് ടു പീ ഓർ ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ. നെക്സ്റ്റ് എന്താണ്? എസ്റ്റാബ്ലിഷ് വാട്ട് അഡ്വൈസ് ദ ഡോക്ടർ ഗേവ് ദ പാരൻറ്റ്. സോ ഡോക്ടർ ഹാസ് ഗിവൺ യു സം അഡ്വൈസ്. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ചൈൽഡ് is following a good hygiene and give cotton underwear. You can give unscented or unperfumed products. I hope you understand about it. ഇങ്ങനത്തെ ഫ്രേസസും യൂസ് ചെയ്യാം. സോ നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത് റിയഷുർ ദ പാരൻറ്റ് അബൌട്ട് ചൈൽഡ് നോട്ട് യൂസിങ് ദ ടോയ്ലറ്റ് അറ്റ് നേഴ്സറി. നമുക്ക് ചോദിക്കാം. സോ ഈസ് യുവർ ചൈൽഡ് ഗോയിങ് ടു kindergarten? അവർ യെസ് പറയുകയാണെങ്കിൽ ഓൾ റൈറ്റ്. സോ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദ ടോയ്ലറ്റ് അറ്റ് നേഴ്സറി ബിക്കോസ് യു നോ ദിസ് ഈസ് എ കോമൺ ഫേസ്. So please instruct your child's teacher to send her to the school. ഇനി നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ? അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ ഫൈനലി ഐ വാണ്ട് ടു ഗീവ് അഡ്വൈസ് ഓൺ ഹൈഡ്രേഷൻ. പ്ലീസ് പ്രൊവൈഡ് ഫ്രൂട്ട് ഓർ ഐസ് ബ്ലോക്സ് ടു യുവർ ചൈൽഡ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഹർ ഹൈഡ്രേഷൻ ലെവൽ. ഇഫ് യു ഗീവ് ഡയറക്ട്ലി വാട്ടർ ഷീ വിൽ നോട്ട് ഡ്രിങ്ക് സംടൈംസ് ബിക്കോസ് children are not like to drink plain water. So you can give instead of that some fruits, ice blocks, etc. So I hope you understand everything about our conversation today. Is there anything I need to clarify? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർക്കില്ല എന്ന് പറഞ്ഞാലും 5 minutes അപ്പം നമ്മളോട് പറയാതെ നമുക്ക് നിർത്തരുത്. അപ്പം 5 minutes ആയില്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സാമിനർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.